ഭഗവത്ഗീത. ഇപ്പൊ മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് ഭഗവത്ഗീത ഇപ്രകാരം ഒരുപാട് ഈ തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ആ കനികൾ നമുക്ക് തന്നു. പക്ഷെ ഒരേ കാര്യം മാത്രം നമ്മൾ ചെയ്തില്ല, ഇതിനെ നമ്മൾ പഠിച്ചില്ല, പ്രചരിപ്പിച്ചില്ല. ആ വിപത്താണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് ഇനി പഠിക്കാതിന്റെ കാര്യമില്ല. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യുന്നുള്ളൂ, ആ പഴയ കാലത്തിൻ്റെതായിട്ടുള്ള നന്മകൾ, അതൊരു ശാസ്ത്രം. നിങ്ങൾ വിചാരിക്കും ഒരിക്കലും നമുക്കിനി പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്ന എന്താ പറയുന്നത്, തെളിനീരൂറുന്ന നദികളിലേക്ക് നമുക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള പ്രകൃതിയിലേക്ക് നമുക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. പഴയ കൃഷിയുടെ ആയിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എല്ലാം പുതിയ കാലമാണ്. അപ്പോൾ ഈ പുതിയ കാലത്തിൽ നമുക്ക് പഴയ കാലത്തിന്റെ നന്മകളുമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരേ ഒരു വഴി ഈ ശാസ്ത്രം പഠിക്കുക, നമ്മുടെ മനസ്സിനെ ഇതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ, മനസ്സ് ശോഭിക്കാതെയും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും മനസ്സിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക. അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഗീതാ യജ്ഞം, ഗീതാ സ്വാധ്യായം എന്നിവിടെ ആരംഭിക്കുന്നത്. ആമുഖമായിട്ട് പറയാം, ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആരാണ് മഹാഭാരതം രചിച്ചത്? കുറച്ച് ഇൻട്രാക്ഷൻ ആവാം അല്ലേ? ആരാണ്? വേദവ്യാസൻ. വ്യാസൻ വ്യാസോച്ഛിഷ്ടം ജഗത്സർവം ഇപ്രകാരം പറയുന്നത്. വ്യാസനിൽ നിന്നുണ്ടായിരുന്ന മുഴുവൻ അറിവ്, വ്യാസനെ കുറിച്ച് രസിച്ചവൻ, ഇതിനെല്ലാം വിസ്തരിച്ചവൻ എന്ന് പറയും. ഇപ്പൊ ഓങ്കാരം എന്ന് പറയുന്ന ഒരു ശബ്ദം, ഓങ്കാരം. ആ ഓങ്കാരത്തിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ, ഓങ്കാരത്തിന് നമ്മൾ ജപിച്ചാൽ അതിൽ നിന്ന് വലുതായിട്ടുള്ളൊരു അറിവുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളൊരു മനീഷി ആയിരുന്നു ഈ വ്യാസൻ. വ്യാസൻ പരാശരമുനിയുടെയും സത്യവതിയുടെയും മകനായിരുന്നു. അദ്ദേഹം മഹാഭാരത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ശരിക്കും മഹാഭാരത യുദ്ധം കണ്ട ആളാണ്. ആ കണ്ട മഹാഭാരത യുദ്ധം കണ്ട് ആ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് അതിന്റെ ധർമാധർമ്മങ്ങൾ വിവേചനം കഴിഞ്ഞു. ധർമ്മവും അധർമ്മവും. ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതാണ് ധർമ്മവും അധർമ്മവും. അപ്പൊ മഹാഭാരത യുദ്ധകാലത്ത് ജീവിച്ചിരുന്നു, മഹാഭാരത യുദ്ധം കണ്ട ആളാണ്. ആ മഹാഭാരത യുദ്ധത്തിലെ ധർമാധർമ്മങ്ങളെ ശരിക്കും വിവേചിച്ചറിഞ്ഞു. ഈ ഇതിഹാസം, മഹാഭാരതമാകുന്ന ഇതിഹാസം നമുക്ക് വേണ്ടിയിട്ട് തന്നു. കാരണം ഇനി വരുന്ന ഭാവിയിൽ വരുന്ന മനുഷ്യനും ഈ ധർമാധർമ്മങ്ങളെ ശരിക്കും വിചാരം ചെയ്തിട്ട് ധർമ്മത്തിലൂടെ ജീവിക്കും. അതിനുവേണ്ടി കടന്നു. അപ്പൊ അധർമ്മം മൂലമുണ്ടായ ദോഷങ്ങൾ എന്താണ്? അധർമ്മം മൂലമുണ്ടായ സാംസ്കാരികമായ അപജയം എന്താണ്? രക്തപ്പുഴകളുണ്ടായി, അനേക രാജവംശങ്ങൾ നശിച്ചു. എല്ലാം അധാർമികന്മാരുമായിട്ടുള്ള ആൾക്കാരുടെ ചെയ്തികളായിരുന്നു. പ്രത്യേകിച്ച് ദുര്യോധനാണ്. പാണ്ഡവ കൗരവ യുദ്ധമാണ് മഹാഭാരത യുദ്ധത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൽ ഈ അധർമ്മത്തിന്റെ മൂർത്തീകരണമായിട്ടാണ് ആരെ കണ്ടിരുന്നത്? കൗരവാദികളെ കണ്ടിരുന്നത്. ദുര്യോധനാണ് പ്രധാനപ്പെട്ട ആൾ. ഒരു രസകരമായിട്ടുള്ള സംഭവമുണ്ട്. ദുര്യോധന്റെ പിതാവാരാണ്? ധൃതരാഷ്ട്രൻ അല്ലേ? ധൃതരാഷ്ട്രൻ അന്ധനാണ്, ജന്മന അന്ധനാണ്. അദ്ദേഹത്തിന്റെ പത്നി ആരാണ്? ഗാന്ധാരി. ഗാന്ധാര ദേശത്ത് നിന്ന് വന്നതാണ്. ഗാന്ധാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ തന്റെ പതി അന്ധനായതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്തു? അവര് കണ്ണു മൂടിക്കഴിഞ്ഞു. അച്ഛനും അന്ധൻ, അമ്മയും കണ്ണു മൂടിക്കെട്ടിട്ട് മക്കളെ വളർത്തിയുള്ള അവസ്ഥ ഒന്നാലോചിച്ചു. അച്ഛൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ വിദേശത്താണ്. അമ്മ ഇവിടെ കുട്ടികളുടെ യഥാർത്ഥത്തിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവര് എങ്ങനെയാണ് പൈസ കൊണ്ടുപോകുന്നത്, എന്ത് ചെലവാക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും കണ്ടുകെട്ടിയിരിക്കുന്നു, അമ്മയും കണ്ടുകെട്ടിയിരിക്കുന്നു. അപ്പൊ കുട്ടികൾ എങ്ങനെ വളരെ ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഈ കൗരവനിൽ കണ്ടത്. പ്രത്യേകിച്ച് ദുര്യോധനൻ ജനിച്ചപ്പോൾ തന്നെ വിതുരന് പറഞ്ഞു. വിതുരന് ഇവരുടെ സഹോദരനാണ്. ധൃതരാഷ്ട്രന്, പാണ്ഡു, വിതുരൻ.
വിദുരൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യണം. പറയുന്നതിന് കടുപ്പമാണ് പറയുന്നത്, പക്ഷെ പറയുന്നതിന് അറിയില്ല. ഈ കുട്ടിയെ കൊല്ലാൻ പറഞ്ഞു. കുട്ടിയെ കൊന്നുകളയാന്ന് വെച്ചാലേ, കാരണം ഈ കുട്ടിയെ നിങ്ങൾ കൊന്നില്ലെങ്കിൽ ഈ കുട്ടി സർവനാശം വരുന്നത് നിങ്ങളുടെ കുലത്തിൽ. മഹാഭാരതത്തിലെ പ്രശസ്തമായ ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ത്യജിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ ത്യജിക്കാം. ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ ത്യജിക്കാം. ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇപ്രകാരം ഇങ്ങനെ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഇടയിൽ പറയും യുദ്ധം ചെയ്യുന്നത് കണ്ണുടച്ചുകൊണ്ട് പറയണേ. കുട്ടികളെ ചോദിക്കും, കുട്ടികളെ ഞാൻ ചോദിക്കപ്പെട്ടത് യുദ്ധം ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? പെട്ടെന്ന് കുട്ടികൾ പറയും അത് അധർമ്മമാണ്, അത് ചെയ്തുകൂടാന്ന്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ ഒരു പിശകാണ് യുദ്ധം നേരത്തെ ചെയ്തുകൂടാത്തതാണ്. കാരണം അവർ കണ്ടിട്ടുള്ള യുദ്ധങ്ങളെല്ലാം ആധുനിക സംഭവിച്ചിട്ടുള്ളതാണ്. അത് സ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള മത രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്ത യുദ്ധങ്ങൾ കണ്ടപ്പോൾ യുദ്ധം നല്ലതല്ല. കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കി. അതുകൊണ്ട് യുദ്ധം ഒരിക്കലും നല്ലതല്ലെന്ന് അവർ പറയും. പക്ഷേ മഹാഭാരത യുദ്ധം എന്ന് വെച്ചാൽ അത് ധാർമ്മിക യുദ്ധമാണ്. ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത യുദ്ധമാണ്. കാരണം ആ യുദ്ധത്തിലൂടെ ഈ ശത്രുക്കളെ നിഷ്കരണം ഇല്ലാതാക്കിയിരുന്നില്ലെങ്കിൽ എന്താ പറയുന്നത്, സമൂഹത്തിന് ഈ ദുഷ്ടത വ്യാപിക്കും. ഈ ദുഷ്ടരായിട്ടുള്ള ഭരണാധികാരിമാരുടെ ഭരണം അയക്കി ബാക്കിയുള്ള ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മയുദ്ധം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഈ മഹാഭാരതം എന്താണ് ധർമ്മം ചോദിക്കും. ധർമ്മയുദ്ധം എന്ന് പറയും. എന്താണ് ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് പറയാം എന്താണ് ധർമ്മം? നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ധർമ്മം. ധർമ്മം ധാർമ്മികമായിട്ട് ജീവിക്കണം, സ്വധർമ്മം ചെയ്യണം. എന്താണ് ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ചെയ്യുന്ന ധർമ്മം എന്താ? ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളിയാണ്. ധർമ്മക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷക്കാരൻ. പക്ഷെ ശരിക്കും പാവം ആ ധർമ്മത്തിന് അങ്ങനെ ഒരു പേര് കൂടി കൊടുത്തിരുന്നു, ഭിക്ഷക്കാരൻ എന്നുള്ളത്. ശരിക്കും ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ദാരിദ്ര്യ ധർമ്മ. ദാരിദ്ര്യ ധർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ അതാക്കി നിലനിർത്തുന്ന ധർമ്മം. നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീത ശങ്കര ഭാഷ്യത്തിന് മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ധർമ്മം? അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു യാസ ധർമ്മ. പ്രാണിനാം അഭ്യുദയ ഹേതു, ആ പ്രാണിനാം അഭ്യുദയ ഹേതു ധർമ്മ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും അഭ്യുതവും ശ്രേയസ്സും ഉണ്ടാക്കുന്നതാണ് ധർമ്മം. എന്ന് വെച്ചാൽ ഈ ധർമ്മം പുലർന്നാൽ ആർക്ക് വിഷമുണ്ടാവില്ല. ഇവിടെ പറഞ്ഞില്ലേ, ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ പറഞ്ഞില്ലേ, സങ്കടം ഇല്ലാതിരിക്കണം, ആർക്ക് വിഷമില്ലാതിരിക്കണം, അല്ലേ? പേടിയില്ലാതിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരീക്ഷ പേടിയില്ലായിരിക്കണം. അപ്പൊ ഞാനിങ്ങോട്ട് വന്നപ്പോഴോ പറഞ്ഞു മാർച്ച് മാസമുണ്ട് അല്ലെ ആരംഭിക്കാൻ പോകുന്ന പരീക്ഷയാണ്. നിങ്ങൾ എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട്? പരീക്ഷ ഉണ്ടല്ലേ? പേടിയില്ല കേട്ടോ, നിങ്ങളെല്ലാം ചെയ്യും, നല്ല മാർക്ക് പോകും കേട്ടോ. ഗീത കേട്ടാൽ മതി, ഭഗവത്ഗീത കേട്ടാൽ നിങ്ങളെല്ലാവരും ചെയ്യും, അതിനൊരു സംശയമില്ല. കാരണം ഭഗവത്ഗീത കേട്ടവരൊക്കെ ജയിച്ചിട്ടുണ്ട്. അർജുനൻ ആദ്യത്തെ ജേതാവ് അർജുനാണ് അല്ലേ? ആദ്യം ജയിച്ചാൽ അർജുനൻ, പിന്നീട് ഇത് കേട്ടവരൊക്കെ ജയിച്ചിട്ടുണ്ട്, ആരും പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് ഭയം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. ഈ ഭയത്തിനെ സങ്കടത്തിനെയൊക്കെ എടുത്തു കളയുന്നതാണ് ഗീത. അതാണ് ഗീതാമൃതം. സർവോ ഉപനിഷദോ ഗാവ ദോക്ത ഗോപാലനന്ദന പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധ ദുഗ്ധം ഗീതാമൃതം മഹത്. ഉപനിഷത്തുകൾ കറന്നെടുത്താണ്. എത്ര ഉപനിഷത്തുണ്ട്? എത്ര ഉപനിഷത്തുണ്ട്? നിങ്ങൾ പേടിയില്ല, കാരണം ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാവരും ആൻസർ ചെയ്യുന്നത്.
ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധരാണ്. ശരിക്കും നമുക്കൊന്നും അറിയില്ല. ശരിക്കും 108 ഉപനിഷത്തുകളെ കുറിച്ച് പറയുന്നു. പക്ഷെ അതിൽ 10 പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാ? നമ്മുടെ കേരളത്തിൽ ജനിച്ചൊരു മഹാനുഭാവനുണ്ട്. ശരിക്കും ആദ്യത്തെ നമ്മുടെ ഹിന്ദു മിഷണറി എന്ന് പറയാവുന്ന ഒരാൾ. ആരാണത്? ഞങ്ങള് ഭാഷ്യകാരൻ എന്ന് പറയും. ഭാഷ്യകാരൻ എന്ന് വിളിക്കുന്ന ശ്രീമദ് ശങ്കരാചാര്യ ഭഗവത്പാദ. അത് എവിടെയാണ് ജനിച്ചത്? ശങ്കരാചാര്യ സ്വാമികൾ കേരളത്തില്. അതെ, കേരളത്തിലാണ്. അപ്പൊ ഇദ്ദേഹം ഈ 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഭാഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപനിഷത്തുകളിൽ ഉള്ളതിന് മന്ത്രങ്ങളെന്ന് പറയും. മന്ത്രം എന്താ? മന്ത്രം മനനാൽ ത്രായതേതി മന്ത്ര. മനനത്തിൽ ഉണ്ടായതാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ മന്ത്രം മനനം ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടും. കേട്ടോ, നിങ്ങൾ എന്തിനാ ഓർമ്മ ജപിക്കല്ലേ? ജപിച്ചോ? എന്തിനാ ഓർമ്മ ജപിക്കല്ലേ? ഇന്നലെ ശിവരാത്രിയിലായിരുന്നോ ഓർമ്മ ജപിച്ചോ? എത്ര പ്രാവശ്യം ജപിച്ചു? 4 പ്രാവശ്യം. ശരിക്കും 108 തവണയും ജപിക്കണം. രാവിലെ 108, വൈകുന്നേരം 108. അയ്യോ, ഒരു ചാൻസ് പോയില്ലേ? ഈ അടുത്ത ശിവരാത്രി വേണ്ടി കാത്തിരിക്കണം. 2026 ഒരു ശിവരാത്രി പോയി. കണ്ടോ നമ്മൾ എത്രമാത്രം അലസന്മാരാണെന്ന് നോക്കും. ശിവരാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമശിവായ പഞ്ചാക്ഷരി ജപിച്ച് ഭഗവാന്റെ പ്രീതി, കൃപ, ഭഗവാൻ ശരി ലോക കല്യാണത്തിന് വേണ്ടിയിട്ട് കാളകൂട വിഷം അല്ലേ? ശരി നോക്കൂ, ആ കാളകൂട വിഷം ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കഴിഞ്ഞ് പ്രപഞ്ചം മുഴുവൻ നശിക്കും. അപ്പൊ അവിടെയാണ് ത്യാഗം. എന്താ ത്യാഗം? ഈ വിഷത്തെ മുഴുവൻ അദ്ദേഹം സ്വീകരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിഷത്തെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ എടുത്ത ആളില്ലാതാവും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? അതിനെ തന്റെ കണ്ടത്തിൽ ഉറപ്പിച്ചു. ഇങ്ങനെ നീലകണ്ഠനെന്ന് നാമം ഉണ്ടാവും. ഇത്